ഓരോ ദിനവും ഖുർആനിനൊപ്പം നന്മ വഴി 248 ദിവസം. സൂറത്തുൽ ബഖറ 240. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. والذين يتوفون منكم ويذرون أزواجا وصية لأزواجهم متاعا إلى الحول غير إخراج فإن خرجن فلا جناح عليكم فيما فعلن في أنفسهن من معروف വല്ലാഹു അസീസുൻ ഹകീം. നിങ്ങളിൽ ഭാര്യമാരെ വിട്ട് മരിച്ചു പോകുന്നവർ ആ ഭാര്യമാർക്കു വേണ്ടി 1 വർഷത്തേക്കുള്ള വിഭവം വസിയ്യത്ത് ചെയ്യേണ്ടതാകുന്നു. അവരെ ഭർതൃഗൃഹത്തിൽ നിന്ന് ഇറക്കിവിടാതെ സ്വയം ഇറങ്ങിപ്പോകുന്നുവെങ്കിൽ സ്വന്തം കാര്യത്തിൽ അവർ ന്യായമായി പ്രവർത്തിക്കുന്നതിലൊന്നും നിങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല. അള്ളാഹു അജയ്യനും അഭിജ്ഞനുമല്ലോ. അതായത് ഇദ്ദ ആചരണത്തിന് നിശ്ചയിച്ച കാലാവധി കഴിയുന്നതോടുകൂടി വിധവയായ സ്ത്രീക്ക് തൻ്റെ കാര്യത്തിൽ നിയമാനുസൃതമായി എന്ത് തീരുമാനം കൈക്കൊള്ളാനും സ്വാതന്ത്ര്യമുണ്ട്. അവർ പരിചിത സമ്പ്രദായത്തിന് വിപരീതമായി ഒന്നും പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ രക്ഷിതാക്കളെയോ സ്ത്രീയെയോ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. ഇസ്ലാമിൻ്റെതല്ലാത്ത സമ്പ്രദായങ്ങൾക്ക് ദൈവിക നിയമത്തിൻ്റെ പദവി നൽകി അത് പാലിക്കാത്തതിൻ്റെ പേരിൽ അനാവശ്യമായി പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യരുതെന്നാണ് താൽപ്പര്യം. വിധവയായ സ്ത്രീയെ ഭർതൃവിരഹത്തിൽ സമാധാനത്തോടുകൂടി ദുഃഖമാചരിക്കാൻ പോലും സാധിക്കാതെ അവൾ ബുദ്ധിമുട്ടിയെന്ന് ഭർത്താവിൻ്റെ അനന്തരാവകാശികളുടെയും ബന്ധുക്കളുടെയും പേരിലോ ഭർത്താവിൻ്റെ കഫം പുടവ അഴുകാൻ പോലും കാത്തു നിൽക്കാതെ അവൾ കല്യാണം തേടി നടകൊണ്ടുവെന്ന് സ്ത്രീയുടെ പേരിലോ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുന്നത് ശരിയല്ലെന്നാണ് പറയുന്നത്. അള്ളാഹു നിശ്ചയിച്ച നിയന്ത്രണങ്ങൾ മാത്രമാണ് നിർബന്ധമായി പാലിക്കേണ്ടതെന്ന് സാരം. അള്ളാഹു അവൻ്റെ ദാസന്മാർ ചെയ്യുന്നതെന്തും അറിയുന്നവനാണെന്ന് ഓർക്കണമെന്ന് തെര്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. സ്ത്രീയുടെ നിലപാടുകൾ നിയമാനുസൃതമായിരിക്കണമെന്ന് ഉപാധി വെച്ചതിൽ നിന്ന് വിവാഹത്തിൻ്റെ കാര്യത്തിൽ പരസ്പര ചേർച്ച ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് സിദ്ധിക്കുന്നുണ്ട്. ബന്ധപ്പെട്ട കുടുംബങ്ങളുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കാതിരിക്കാനാണ് ഇത്. നിങ്ങളിൽ ആസന്ന മരണനായിട്ടുള്ളവൻ ഭാര്യമാർ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ ഭർതൃഗൃഹത്തിൽ നിന്ന് പിരിച്ചയക്കാതെ 1 വർഷത്തെ ജീവിത വിഭവം അവർക്ക് നൽകണമെന്ന് വസിയത്ത് ചെയ്തു കൊള്ളട്ടെ. ഇനി അവർ സ്വയം പിരിഞ്ഞു പോയാൽ നിയമാനുസൃതമായി അവർ ചെയ്തതിൽ നിങ്ങളുടെ മേലൊരു കുറ്റവുമില്ല. അള്ളാഹു അജയ്യനും അഭിജ്ഞനുമത്രേ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.